കറണ്ട് ഇല്ലാത്തപ്പോൾ നമ്മളുടെ വീട്ടിലെ കമ്പ്യൂട്ടർ 1 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുമോ? കഴിയും. ഇതുപോലത്തെ ഒരു UPS ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിയും. ട്രാവൽടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാൻ ശ്യാംലാൽ. അപ്പോൾ ഈ ഒരു UPSൻ്റെ അൺബോക്സിങ്ങും അതിനുശേഷം ഇത് ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഈ ബോക്സ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബോക്സിൻ്റെ ഫ്രണ്ടിൽ UPSൻ്റെ ചെറിയൊരു ഫോട്ടോ ഉണ്ട്. ഇവിടെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് തീ പിടിക്കാത്ത ക്യാബിനറ്റ്, അതുപോലെ ഓട്ടോമാറ്റിക് വോൾട്ടേജിൻ്റെ കാര്യങ്ങളൊക്കെ, ബാറ്ററിയിലാണ് സ്റ്റാർട്ടപ്പ് മോഡ്, ബാറ്ററിയിലാണ് വരുന്നത്, അതുപോലെ ക്വിക്ക് ചാർജാണ്. അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഗെയിമിംഗ് കമ്പ്യൂട്ടേഴ്സിന് ഇത് ഉപയോഗിക്കാം, അതുപോലെ നെറ്റ്വർക്ക് യൂസേഴ്സിന് ഉപയോഗിക്കാം, CCTVക്ക് ഉപയോഗിക്കാം. അങ്ങനെ കുറേ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ 3 LEDs ഉണ്ട് ഇതിൽ. അതായത് ഒന്ന് പവർ ഇൻഡിക്കേറ്ററാണ്, ഒന്ന് ബാറ്ററിയുടെയാണ്, ഒന്ന് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് പറയാനാണ്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഇത് അലാറം. അതായത് എല്ലാ UPSലുള്ള സാധനം തന്നെ, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല ആ സംഭവത്തിൽ. പിന്നെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൊഡക്റ്റിൻ്റെ പേര് DT1000+ UPS എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത്. കപ്പാസിറ്റി പറഞ്ഞാൽ 1000 VA ആണ്. അതായത് ചെറുതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ 600 VA ആണ് വരിക. ഇത് 1000 VA ആണ്. പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് 8 കിലോനാണ് വെയിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഒരു 8.5 കിലോനാണ് മൊത്തത്തിൽ വെയിറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈസും കാര്യങ്ങളും വോൾട്ടേജും അങ്ങനെ കുറേ ഡീറ്റെയിൽസാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 12 വോൾട്ടിൻ്റെ 7 2 ബാറ്ററീസാണ്. സാധാരണ ചെറിയ UPSൽ 12 വോൾട്ടിൻ്റെ 7 ഒരു ബാറ്ററി ഉണ്ടാവുള്ളൂ. ഇതിൽ 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ ആ ബാക്കപ്പ് അതിനനുസരിച്ച് കിട്ടുന്ന കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ 2 വർഷമാണ് വാറൻറ്റി പറഞ്ഞിട്ടുള്ളത്. അത് UPSനും ബാറ്ററിക്കും 2 വർഷം എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ മുകൾ ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കറിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ളത്, അതിൻ്റെ പ്രൈസ്, അതുപോലെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെയാണ്. അപ്പോൾ MRP എന്ന് പറയുന്നത് 6200 രൂപയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ ഓൺലൈനായിട്ട് ഏകദേശം 5000-5500 രൂപയൊക്കെ ഈ ഇത് വാങ്ങാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഈ ഐറ്റം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം അല്ലേ? ബോക്സ് ഓപ്പൺ ചെയ്യാൻ തന്നെ 2 പേപ്പേഴ്സ് വരുന്നുണ്ട്. ഇത് എൻ്റെ വാറൻറ്റി കാർഡാണ്. UPSൻ്റെ എല്ലാ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നൊരു മാനുവലാണ് പിന്നെ വരുന്നത്. ഈ 2 പേപ്പേഴ്സാണ് വരുന്നത്. പിന്നെയുള്ള നമ്മുടെ മെയിൻ ഐറ്റം UPS. അപ്പോൾ ഇതൊന്ന് നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം കേട്ടോ. 8 കിലോയാണ്, കുറച്ച് ഹെവിയാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട്, ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ ഉള്ളതുകൊണ്ട് കുറച്ച് സാഹസികമായിട്ടുള്ള അൺബോക്സിംഗ് ആണിത്. ആഹാ, അടിപൊളി. ബോക്സൊക്കെ പോട്ടെ. ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം. പിന്നെ നേരത്തെ പറഞ്ഞ 3 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞ ഇതാണ്. ഇതൊരു ഗ്രീന്, ഓറഞ്ച്, റെഡ്, അങ്ങനെ 3 ലൈറ്റ്. ഗ്രീൻ കത്തുമ്പോൾ എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പവർ കറക്റ്റായിട്ട് പവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചാർജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പവറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഗ്രീൻ കത്തുമ്പോൾ ഉള്ളത്. ഇത് ഓറഞ്ച് ലൈറ്റാണ്. ഈ ഓറഞ്ച് കത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയിലാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് ഓറഞ്ചിൻ്റെ അർത്ഥം. പിന്നെ ഇത് റെഡാണ്. റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലാണ് റെഡ് കത്തുക. അപ്പോൾ പിന്നുള്ളതൊരു സ്വിച്ചുമാണ്. ഫ്രണ്ട് ഭാഗത്ത് അത്രയേ ഉള്ളൂ. പിന്നെ അവരുടെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ പവർ കേബിളിന് ഒരു 4 ഔട്ടുണ്ട്. പിന്നെ റീസെറ്റ് ചെയ്യുന്ന സ്വിച്ച്, അതായത് എന്തെങ്കിലും ഓവർലോഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യാൻ ഉള്ളൊരു സ്വിച്ച് ഉണ്ട്. വേറെ കാര്യമായിട്ട് ഭയങ്കര വലിയ സെറ്റിങ്സോ കാര്യങ്ങളോ സ്വിച്ചുകളോ കൺഫ്യൂഷൻ ചെയ്യുന്ന സെറ്റിങ്സോ അങ്ങനെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാവുന്ന വെറും സിമ്പിളായിട്ടുള്ള ഐറ്റം. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ബാറ്ററിക്കാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് വെറുതെ ഒന്ന് ഓൺ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈ UPS ഞാനിപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കി. എനിക്ക് ഏകദേശം 1 മണിക്കൂറും 20 മിനിറ്റും ബാക്കപ്പ് കിട്ടി. ഇത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം. ഇത് മേടിച്ച ഉടനെ ഒരിക്കലും ഉപയോഗിക്കരുത്. മേടിച്ച ഏകദേശം ഒരു 8 മണിക്കൂറോളം ചാർജ് ചെയ്യണമെന്ന് കമ്പനി പറയുന്നുണ്ട്. മാനുവൽ വായിച്ച് നോക്കി അതിൽ കാണാം. അപ്പോൾ 8 മണിക്കൂർ ഞാൻ ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം 1 മണിക്കൂറും 20 മിനിറ്റും
ബാക്കപ്പ് ടൈം കിട്ടി. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു LGയുടെ മോണിറ്ററാണ്. അത് LED ബാക്ക് ലൈറ്റ് ഉള്ള ഒരു LCD മോണിറ്ററാണ്. പിന്നെ ഉള്ളതൊരു CPU. ഈ രണ്ട് സാധനം മാത്രമേ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഈ രണ്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ബാക്കപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു സ്പീക്കറും കൂടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മണിക്കൂറൊക്കെ എന്തായാലും ചാർജ് കിട്ടുന്ന ഉറപ്പാണ്. എന്തായാലും കിട്ടിയത് ലാഭം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഒരു മണിക്കൂറിലധികമൊക്കെ ഒരു UPS കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ലക്കാണ്. ഞാൻ ഏകദേശം ഒരു 45 മിനിറ്റൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇത് വലിയ വീഡിയോ ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചൊരു ഐറ്റമാണ്. അപ്പോൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു മണിക്കൂറിലധികം 1 മണിക്കൂറും 20 മിനിറ്റും കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കും കൂടി ഒന്ന് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ. ഞാൻ ശ്യാംലാൽ, സൈനിങ് ഓഫ് ഫ്രം TraveloTech.